ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസം കൊണ്ട് ഈ ത്രോട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് നേരെ ചൊവ്വേ സൗണ്ട് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഷോർട്സിലും എൻ്റെ സൗണ്ട് വരുന്നതുകൊണ്ട് ആ സൗണ്ട് എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം. കോപ്പിറൈറ്റിന് ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഷോർട്സിൽ ഞാൻ എൻ്റെ സൗണ്ട് ഇടുന്നത്. ഇനി നമ്മൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി വർക്കാണ്. അതിന് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ റൗണ്ട് ഇട്ട് പല ഷെയ്ഡ് കളറിലെ ത്രെഡ് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഇട്ട് അതിനെ 6 ഡിവൈഡ് ചെയ്യത്തക്ക വിധത്തിൽ പെൻസിൽ കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് ചെയ്തു പോകാൻ പറ്റും. അതിലെല്ലാം നമ്മൾ ഇതുപോലെ നൂല് കൊരുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 6 ഒരു ഡിവൈഡ് ചെയ്ത ഭാഗവും കൊരുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്നാണ് നമ്മളത് വീണ്ടും കൊണ്ട് മുകളിൽ വന്ന് ഏതെങ്കിലും ഒരു ലൈനിൽ തൊട്ട് സൈഡിൽ, അതായത് സെൻറ്ററിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഒരു ലൈൻ വിട്ട് ഓരോ ലൈൻ വിട്ട് കൊരുത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റോസ് ഫ്ലവറിൻ്റെ അത് നല്ല ഉയർന്ന് തന്നെ ഇരിക്കും. ഒരു 3D പോലെ തന്നെ അത് ഉയർന്നിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു റോസ് ഫ്ലവർ ആയി കിട്ടും. പിങ്കും വൈറ്റും കളറാണ്, 2 ഷെയ്ഡ് ചേർന്ന കളറാണ് ഇത് ചെയ്യുന്നത്. ഓരോ ലൈനും വിട്ടാണ് ചെയ്തെടുക്കുന്ന, റൗണ്ട് ബൈ റൗണ്ടായിട്ട് ഒന്ന് വിട്ട് ഇത് കണ്ട മനോഹരമായിട്ടുള്ള റോസ് ഫ്ലവർ നമുക്ക് കിട്ടും. ഇത് നമ്മൾ വെറും സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ്. അതുപോലെ തന്നെ വേറെ കളറിൽ ഞാനിപ്പോൾ 3 റൗണ്ട് വരച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് റോസ് കളർ ഇട്ട്, അടുത്തത് നമ്മൾ റെഡ് പ്ലസ് അതിൻ്റെ ലൈറ്റ് ഒരു ഷെയ്ഡ് വരുന്നതാണ് ഇട്ടത്. അപ്പം ആ ഒരു കളറും ഇട്ട് കഴിഞ്ഞ് ഇതുപോലെ സിമ്പിളായിട്ട് ഓരോ ലൈനും നമ്മൾ വിട്ട് ചെയ്ത് വന്നത് മാത്രമാണ്. ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പം ഇതുപോലെ ഏറ്റവും അടിയിലോട്ട് കൊണ്ടുപോയി നല്ല വൃത്തിയായിട്ട് കെട്ടി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് അതേപോലെ തന്നെ ഞാനിത് ഡിസൈനായിട്ട് വെറുതെ ഒരു റൗണ്ട് ഇട്ട് അത് ഇതുപോലെ സ്ട്രെയിറ്റ് ഈ കാണിക്കുന്ന കണക്ക് ആദ്യത്തെ ലൈൻ സ്ട്രെയിറ്റ് ഇട്ട്, രണ്ടാമത്തെ ലൈൻ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട്, മൂന്നാമത്തെ ലൈൻ കുറച്ചും കൂടി ഇടുമ്പോൾ അതൊരു ലീവ്സിൻ്റെ ഷേപ്പാവും. പക്ഷേ ഞാനവിടെ ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെയ്ഡാണ്. നമുക്ക് വേണ്ടുന്നത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന രീതി ചെയ്യാം. ഇതുപോലെ ഫ്രോക്കുകളിലൊക്കെ, കുഞ്ഞുങ്ങളുടെ ഫ്രോക്കുകളിലോ അത് നമ്മളെ ബ്ലൗസുകളിലോ ഒക്കെ നമുക്ക് ചെയ്യാം. നല്ല കട്ടി തുണി ആയിരുന്നാൽ നമുക്കിതുപോലെ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇതുപോലെ സിമ്പിളൊക്കെ നല്ല ഭംഗിയില്ല. അത് നമ്മൾ ഉയർന്ന് തന്നെ ഇരിക്കും. അതായത് ഈ ഡിവൈഡ് ചെയ്ത ഓരോ പോർഷനും വിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ആ റോസ് ഫ്ലവറും 3 ഇലയുമായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നല്ല ഭംഗിയോടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സാവകാശത്തോടെ വേണം, ക്ഷമയോടെ ചെയ്താൽ നല്ല ഭംഗിയോടെ. അതുപോലെ തന്നെ ആ പച്ച ലൈൻസും ആ ഒരു മുട്ട് പോലെ ഇരിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലൈനിങ്ങാണ് ചെയ്ത നമുക്ക് കുട്ടികളുടെ ഫ്രോക്കുകളിലൊക്കെ നല്ല മനോഹരമായിട്ട് എംബ്രോയ്ഡറി ചെയ്ത്